പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടലുകൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് കോഫി ഹൗസുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശാഖകളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാപ്പി ഉണ്ടാവില്ല, ചായ ഉണ്ടാവില്ല, ദോശയുണ്ടാവില്ല, കട്ട്ലറ്റ് ഉണ്ടാവില്ല. പിന്നെന്തിനാണ് കോഫി ഹൗസിൽ കയറുന്നതെന്നല്ലേ? അവിടെ ബാക്കി വിഭവങ്ങളൊക്കെ, ബിരിയാണി അടക്കമുള്ള വിഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇവ തയ്യാറാക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം വരുന്നു. അരുൺ സോളമൻ ഉണ്ട് തമ്പാനൂരിലെ കോഫി ഹൗസിൽ നിന്ന്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, നമ്മുടെ തമ്പാനൂരിലെ കോഫി ഹൗസ് അടച്ചു പൂട്ടുമോ? ഇന്നലെ ഒരുപക്ഷെ ഇന്ന് പൂട്ടുമെന്നൊക്കെയാണ് അറിഞ്ഞത്. അവിടെ എത്തുന്ന യാത്രക്കാർക്കാണെങ്കിലും നമ്മളെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല ഭക്ഷണം, ക്വാളിറ്റി ഭക്ഷണം ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന സ്ഥലമാണ് തമ്പാനൂരിലെ കോഫി ഹൗസ്. അടച്ചിട്ടാൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാവും. എന്താണ് അവസ്ഥ? ഇന്ന് തുറന്നിട്ടുണ്ടോ കോഫി ഹൗസ്? വിഭവങ്ങൾ പലതും വെട്ടിക്കുറച്ചിട്ടുണ്ടോ അരുൺ? എന്താണ് അവസ്ഥ? അരുൺ, പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 30% ഹോട്ടലുകളാണ് നിലവിൽ പൂട്ടിയ ഒരു അവസ്ഥയുള്ളത്. പക്ഷേ കോഫി ഹൗസുകളെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോയിട്ടില്ല. കാരണം ഞാനിപ്പോഴുള്ളത് തമ്പാനൂർ കോഫി ഹൗസിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇവർ വിറകടുപ്പിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം പക്ഷേ വിറകടുപ്പിനായിട്ടുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ പകരം അവർ മറ്റൊരു ഇടത്ത് വെച്ച് ഇവിടുത്തെ സംഘത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളുടെ പല സ്ഥലങ്ങളിലും വെച്ച് ഉണ്ടാക്കിയാണ് ഇപ്പോൾ മെനു എല്ലാം ഇവിടെ ഈ നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനായിട്ട് എത്തിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചായ കാപ്പി പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. പക്ഷേ അതിപ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളുമായിട്ട് കുറച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്നാക്സ് ആണ്. സ്നാക്സ് പൂർണ്ണമായും ഇപ്പോൾ കുറയ്ക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് വെട്ടിമാറ്റേണ്ടി വന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും തലസ്ഥാനത്ത് എത്തുന്നവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വലിയൊരു വികാരം കൂടിയാണ്. എന്തായാലും മെനുവിൽ ചില ചേഞ്ചുകളുണ്ട്. നമുക്ക് ഇവിടുത്തെ മാനേജറായിട്ടുള്ള ശ്രീകുമാറേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ കോഫി ഹൗസുകൾ പൂട്ടുന്നു എന്നൊരു വാർത്തകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കൂട്ടമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ വാർത്തയല്ല. അത് ഇപ്പം ഗ്യാസിൻ്റെ ക്ഷാമം മൂലം ചില ബ്രാഞ്ചുകളിൽ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. പൂട്ടലിൻ്റെ വക്കിൽ ഇതിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. നിലവിൽ ഈ മെനുവിൽ എന്തൊക്കെയാണ് ചേഞ്ച് ഉള്ളത്? മെനുവിൽ നമ്മൾ സാധാരണ രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ എല്ലാ ഐറ്റംസും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പിന്നെ ഇപ്പോൾ ചപ്പാത്തി പൊറോട്ടയും മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് നിലവിൽ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി മാത്രം. അതാണ് ഉള്ള സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം. ഊണ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ. ഇവിടെ നമുക്ക് നേരത്തെ ഊണില്ലായിരുന്നു ബ്രാഞ്ചിൽ, ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബിരിയാണി മാത്രമാണ് ഇപ്പോൾ കൊടുത്തു പോകുന്നത്. എങ്ങനെയാണ് ഗ്യാസിന് പോലെ എന്ത് മാർഗ്ഗമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്? ഞങ്ങളിപ്പം ഗ്യാസിന് പോലെ വിറകാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മറ്റുള്ള ബ്രാഞ്ചുകളിൽ, അതായത് വിറക് കത്തിക്കാൻ പറ്റുന്ന ബ്രാഞ്ചുകളുണ്ട്. അവിടെ ഞങ്ങൾ മറ്റുള്ള ബ്രാഞ്ചുകളായിട്ട് ഏകോപിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്വന്തം സംഘത്തിൻ്റെ വണ്ടി ഉണ്ടാകും. ആ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുവന്നാണ് ഞങ്ങൾ സർവ് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മെനു ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന മെനുവിൽ ഇപ്പോൾ വില വർധന ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ നിലവിൽ കൊണ്ടുവന്ന മെനുവിൽ ഇതുവരെ യാതൊരു വില വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടുവന്ന അതേ വിലയിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ വ്യാപരിക്കുന്നത് സാധനങ്ങളൊക്കെ. സംസ്ഥാനത്ത് ഇപ്പോൾ 46ഓളം വരുന്ന ശാഖകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രതിദിനം എത്ര സിലിണ്ടറുകളാണ് ആവശ്യമുള്ളത്? ഞങ്ങൾക്ക് പ്രതിദിനം ഒരു 5 സിലിണ്ടറാണ് ഞങ്ങൾക്ക് ഈ ബ്രാഞ്ചിൽ ആവശ്യമുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതുപോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടതിൽ കാലിയ സിലിണ്ടർ വെച്ചാണ് ഞങ്ങൾ ചായയും കാപ്പിയും തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതും തീർന്നാൽ ഇപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. പിന്നെ കോൾഡ് ഐറ്റംസ്, ലൈം ജ്യൂസോ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വളരെ കൃത്യമാണ്. എന്തായാലും പൂട്ടുന്ന ഒരു ഘട്ടമൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ചെറിയ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ആ പ്രതിസന്ധി അവർ തരണം ചെയ്യും തന്നെയാണ് പറയുന്നത്. പ്രധാനമായിട്ടും വിറകടുപ്പ് ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിറകിനും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കിലോയ്ക്ക് 11 രൂപയ്ക്കാണ് ഇന്ത്യൻ കോഫി ഹൗസ് തിരുവനന്തപുരത്തെ ബ്രാഞ്ച് ഇപ്പോൾ വിറക് വാങ്ങുന്നത്. അതിലുപരി തന്നെ ചിരട്ടയും ആശ്രയിച്ചിട്ടുണ്ട്. ചിരട്ടയും അതുപോലെ തന്നെ കിലോയ്ക്ക് 30 നിന്ന് 50 രൂപയായി മാറിയിട്ടുണ്ട്. എന്തായാലും കോഫി ഹൗസിൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ആളുകൾ പതുപോലെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് പ്രധാനമായും ഹോട്ടലുകൾ, പതിവ് ഹോട്ടലുകളൊക്കെ പൂട്ടിയ ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും അത് എത്തുന്നവരുണ്ട്. തലസ്ഥാന നഗരിയിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ മുൻവശത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. എന്തായാലും നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രതികരണം കൂടി തേടാം. ചേട്ടാ, പുറത്ത് ഹോട്ടലുകളൊക്കെ പൂട്ടിയൊരു ഘട്ടമാണ്. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കിട്ടിയോ? ഇല്ല, നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് വന്നതാണ്. കുഴപ്പമില്ല, നല്ല ഭക്ഷണം. നല്ല ഭക്ഷണമാണ്. അതെ, കുഴപ്പമില്ല, നല്ല ഭക്ഷണം. എന്താ കഴിച്ചേ? നമ്മൾ മുട്ടക്കറിയും ചപ്പാത്തിയും കഴിച്ചു. ആഗ്രഹിച്ചൊന്നും ഇതായിരുന്നോ? അല്ല, കുഴപ്പമില്ല. കണ്ണൂർ ഇന്ന് വന്നതുകൊണ്ട് മോശമില്ലാത്തൊരു ഭക്ഷണമാണ്. ദോശയില്ല. സാധാരണ നമ്മൾ പറയും കേട്ടോ അരുൺ സോളമൻ, ഈ കോഫി ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ വെള്ളത്തിൽ പോലും ബീട്രൂട്ട് കിട്ടും എന്നാണ് നമ്മൾ പറയാറുള്ളത്. ബീട്രൂട്ടിന്റെ കട്ട്ലറ്റ്, ബീട്രൂട്ടിന്റെ മസാല ദോശ, എല്ലാത്തിനകത്തും ഒരു ബീട്രൂട്ട് മയമുണ്ടാവും. പക്ഷേ കട്ട്ലറ്റ് ഒന്നും കിട്ടാനില്ല എന്നറിയുന്നു. അവിടെ ഇപ്പോൾ ദോശ ഐറ്റംസ് എല്ലാം ഒഴിവായിട്ടുണ്ട്. അപ്പോൾ കോഫി ഹൗസിൽ കയറിയിട്ട് മസാല ദോശ, നെയ്റോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ചപ്പാത്തി കൊണ്ടും ഒപ്പം പൊറോട്ട കൊണ്ടും തൃപ്തിപ്പെടാനായിട്ട് അഭ്യർത്ഥിക്കുന്നു.